മീനച്ചിൽ ഹോംസ് ഇന്ന് പാലായിലുള്ള ഒരു നല്ലൊരു വില്ല പ്രൊജക്ടിനകത്തേക്കാണ് വന്നിരിക്കുന്നത്. 9 സെന്റ് സ്ഥലത്തില് 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട്. അപ്പോൾ കിണർ വെള്ളം പറ്റാത്ത വെള്ളം സൗകര്യവുമുള്ളത്, അതുപോലെ തന്നെ നമുക്ക് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്തതുമായ കംപ്ലീറ്റ് ജനൽപ്പാളികളും കാര്യങ്ങളും ഡോറുകളൊക്കെ തേക്കേൽ പണി തീർത്തിരിക്കുന്ന, എല്ലാം കൊണ്ട് അടിപൊളിയായിട്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന അടിപൊളി വില്ല പ്രൊജക്ടിന്റെ അടിപൊളി വീഡിയോ ഇന്ന് മീനച്ചിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. അത് ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു ചെല്ലാം. മീനച്ചിൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പോകുമ്പോൾ നല്ലൊരു വില്ല പ്രൊജക്ടിനകത്തേക്ക് നമ്മളിപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇതാണ്ട് തൊട്ടടുത്തൊരു വീടും കൂടി പണിയുന്നുണ്ട്. ആ വീട് കൂടി കഴിഞ്ഞാൽ മുഴുവൻ വീടുകളും വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വില്ല പ്രൊജക്റ്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുക. ഇത് 9.5 സെന്റ് സ്ഥലം, 9.5ക്കും 10നും ഇടയ്ക്ക് സ്ഥലമുണ്ട്. റോഡിനൊക്കെ വഴി കൊടുത്തപ്പോൾ 11 സെന്റ് ആധാരം ചെയ്തിട്ടിരിക്കുന്നതാണെങ്കിലും റോഡിനൊക്കെ വഴി കൊടുത്തപ്പോൾ ചിലപ്പോൾ 1 സെന്റ് കുറവ് വന്നേക്കാം. അപ്പോൾ ഒരു 10 സെന്റിനും 9.5 സെന്റിനും ഇടയ്ക്കായിരിക്കും പ്രോപ്പർട്ടി ഉള്ളത്. അത് നമ്മൾ നല്ലൊരു ഗേറ്റ് കടന്ന് നല്ല അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല മനോഹരമായി ബാംഗ്ലൂർ സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് ഇവിടെ കാണാം. നമുക്ക് നല്ല ക്യൂട്ടായ രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് ഈ കാണുന്നത്. നല്ല ഗ്രേയും വൈറ്റും കൂടിയുള്ള നല്ലൊരു പാറ്റേൺ വർക്ക്. ഇവിടെ നല്ല ഒരു ഗാർഡൻ ഒക്കെ ചെയ്ത് നാച്ചുറൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് മുറ്റത്ത് ഫ്രണ്ട് വശം മുഴുവൻ സ്റ്റോണൊക്കെ ഇട്ട് അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന അടിപൊളി വീടിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുക. നല്ലൊരു പ്രൈവസി ഉണ്ട്, ആവശ്യത്തിനുള്ള അയൽവക്കം, എന്നാൽ ആവശ്യത്തിനുള്ള അകലവുമുണ്ട്, നല്ല പ്രൈവസിയും ഉണ്ട് എന്നുള്ളതാണ് ഈ വീടിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ വീട് സ്ഥലവും ചോദിക്കുന്ന തുക നമ്മൾ തുടക്കത്തിലെ പറഞ്ഞതുകൊണ്ട് ഫ്രണ്ടും മുറ്റം കയറി വരുന്ന മുറ്റത്തിന്റെ വലിപ്പം എത്രയാന്ന്. ഗേറ്റ് 4 മടക്കായിട്ട് മടക്കാവുന്ന രീതിയിലുള്ള ഗേറ്റ് ആണ്. 2 സൈഡിലെ ഒന്നുകൂടി മടക്കി ഒതുക്കി വെക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത വീടുകളും മീനച്ചിൽ ഹോംസ് തന്നെ ചെയ്ത് കൊടുത്ത വീടുകളാണ്. അതിനോടനുബന്ധിച്ച് നല്ലൊരു വില്ല പ്രൊജക്റ്റ് ഇവിടെ പണി പൂർത്തിയായി നിൽക്കുമ്പോൾ ആ വീട് നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒട്ടും വൈകണ്ട, ഒട്ടും മടിക്കണ്ട, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. നമുക്ക് ചുറ്റുവട്ടം ഒന്ന് കണ്ടു നോക്കാം. കാർ പോർച്ച് നല്ല വലിപ്പമുള്ള കാർ പോർച്ച് ഉണ്ട്. സിറ്റ് ഔട്ട് നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ട് ഉണ്ട്. ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ്. കട്ടളയെല്ലാം ആഞ്ഞിലി, പാളികളെല്ലാം തേക്ക് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിപൊളി ജനൽപ്പാളികള്, ഗ്ലാസുകള് എല്ലാം നല്ല കട്ടിക്കുള്ള നല്ല ഗ്ലാസുകൾ എല്ലാം ചെയ്താണ് കോമ്പൗണ്ട് എല്ലാം കെട്ടിത്തിരിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന നല്ലൊരു വീട്. ഇവിടെ നമ്മുടെ മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ആണ്. നമ്മൾ മുകളിലേക്ക് ഒന്ന് കയറി കാണാം. നമുക്ക് മുകളിലേക്ക് കയറി കഴിയുമ്പോൾ കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന അടിപൊളി വീടാണിത്. ഇതുകൊണ്ട് മുകളിൽ കയറി കഴിയുമ്പോഴത്തെ ഒരു വ്യൂ പോയിന്റ്, എത്ര നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലത്താണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. നല്ല കാറ്റും വെളിച്ചമൊക്കെ കയറി ഇറങ്ങി പോകാവുന്ന രീതിയിൽ ഏറ്റവും അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മുകളിൽ കയറി കഴിയുമ്പോൾ വാട്ടർ ടാങ്ക് ഒക്കെ പൊക്കി വെച്ചിരിക്കുന്നതും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്, അതെല്ലാം എടുത്ത് മാറ്റുന്നതാണ്. അങ്ങനെയുള്ള നല്ലൊരു അടിപൊളി ഇരിപ്പില് നല്ല ഒരു വീട് ഇതാണ്. തൊട്ടുമേലുള്ള ഒരു വീടും കൂടി പണി പൂർത്തിയായി വരുന്നുണ്ട്. അപ്പോൾ പൊടിയുടെ ശല്യങ്ങള്, ചെളിയുടെ ശല്യങ്ങള്, മണ്ണിന്റെ ശല്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഏറ്റവും നീറ്റായി ഒരു 10-15 ദിവസം കൊണ്ട് വീട്, ഈ കംപ്ലീറ്റ് വില്ല പ്രൊജക്റ്റ് വളരെ നീറ്റായി മാറും. അപ്പോൾ നല്ല ഒരു റൂഫ് വർക്ക് നമ്മൾ കണ്ടു. ഇതാണ് ചുറ്റുവട്ടമൊക്കെ, ബാക്ക് സൈഡൊക്കെ. അതൊരു 30 സെന്റ് സ്ഥലം. അങ്ങോട്ടുള്ള റോഡൊക്കെ വേറെ റോഡാണ്, ഈ കോമ്പൗണ്ടിനകത്ത് പെടുന്നതല്ല ഈ ബാക്കിൽ കിടക്കുന്ന സ്ഥലം.
തൊട്ടടുത്ത് കാണുന്ന വീട് നമ്മൾ കണ്ടു. അവിടെയെല്ലാം താമസം ഉള്ളതാണ്. പ്രൊഫസർമാര്, അതുപോലെ തന്നെ ബാങ്ക് ജോലിക്കാര്, അതുപോലെയൊക്കെയുള്ള ഗവൺമെന്റ് എംപ്ലോയീസ്, ഇങ്ങനെയൊക്കെയുള്ള വിദേശത്ത് ജോലി ചെയ്യുന്നവര്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് കൂടുതലും ഇവിടെ താമസിക്കുക. അപ്പോൾ മീനച്ചിൽ ഹോംസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഏറ്റവും ക്യൂട്ടായിട്ടുള്ളതും ഏറ്റവും അടിപൊളിയായിട്ടുള്ളതുമായ വില്ല പ്രൊജക്റ്റ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മുറ്റമുണ്ട്. നല്ല വീടിന്റെ മുറ്റത്തിന്റെ ഒരു വ്യൂ കാണണമെങ്കിൽ ഇപ്പോൾ കാണണം. നല്ല വ്യൂ അല്ലേ? എത്ര ഒരു 4, 5, 6 വണ്ടി വേണമെങ്കിലും കയറ്റിയിടാവുന്ന രീതിയിലുള്ള മുറ്റമുണ്ട്. നമ്മൾ വീടിനകത്തേക്ക് കയറാൻ പോവുകയാണ്. നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ട് കണ്ട് നമ്മള് ഗ്ലാസ് ഒക്കെ വെവൽ ചെയ്തെടുത്തിരിക്കുന്ന ഗ്ലാസ് ആണ്. ജനലിന്റെ ഗ്ലാസ് ഒക്കെ അതൊക്കെ 8mm ഗ്ലാസ് ഇട്ടാണ് വെവൽ ചെയ്തെടുക്കുന്നത്. ചെറിയ ഗ്ലാസ്സുകളൊക്കെ ആണെങ്കിൽ കനം കുറഞ്ഞ ഗ്ലാസ്സുകളൊന്നും വെവൽ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഇതാണ് ഫ്രണ്ട് ഡോറ് കണ്ട് നല്ല തേക്കൻ തടി കൊണ്ടുള്ള നല്ല ഡബിൾ പാളി ഡോറാണ് ഇവിടെ കാണുന്നത്. തുറന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. നല്ല ഇന്റീരിയർ വർക്കുകൾ കൊണ്ട് അതിമനോഹരമായ രീതിയിൽ ആയിരിക്കുന്ന നല്ല ഒരു വീട്. ഇവിടെ ഇതാണ് നമ്മുടെ കയറി വരുമ്പോഴത്തെ സ്വീകരണ മുറി. നല്ല ഇന്റീരിയർ വർക്കുകൾ, വൈറ്റും വാമും മാത്രം ഫീലിംഗ് ഉള്ള നല്ല ലൈറ്റ് വർക്കുകൾ, നല്ല പ്രൊഫൈൽ ലൈറ്റുകൾ, നല്ല സ്ട്രിപ്പ് ലൈറ്റുകൾ, നല്ല ഫാൻസി ലൈറ്റുകൾ, റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന കറണ്ട് ചാർജ് കുറച്ച് മാത്രം എടുക്കുന്ന മോഡല് ഫാന്, അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റ്, എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഈ ഹോള് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുക. റൈറ്റ് സൈഡില് TV യൂണിറ്റിന്റെ പോയിന്റ് ആണ് ഇത് ഈ കാണുന്നത്. TV യൂണിറ്റിന്റെ പോയിന്റ് ആണ്. ഏതാനും ചില്ലറ പണികൾ കൂടി മാത്രമേ ഉള്ളൂ. നമുക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് 1 ദിവസം 2 ദിവസം കൊണ്ട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ആക്കി തരുന്നതാണ്. ഇത് ഹോളും ഡൈനിങ്ങും തമ്മിലുള്ള ഒരു ചെറിയൊരു പാർട്ടീഷൻ വർക്ക്, അതിലെ ഒരു ആർച്ച് പോലെ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ഡൈനിങ് ഹാളിലെ ഇന്റീരിയർ വർക്കുകൾ. അതിമനോഹരവും ഗംഭീരവുമായ ഇന്റീരിയർ വർക്കുകളാണ് നമ്മളിവിടെ കാണുക. ഡൈനിങ് ഹാളും ഒരു ഫാമിലി ലിവിംഗ് ഏരിയ അല്ലെങ്കിൽ ഒരു പ്രെയർ ഏരിയ എന്നൊക്കെ ഉദ്ദേശിക്കാവുന്ന ഒരു ഏരിയയാണ് ഈ റൈറ്റ് സൈഡിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല ഇന്റീരിയർ വർക്കുകൾ, അതുപോലെ തന്നെ ലൈറ്റ്, ഫാൻസി ലൈറ്റുകൾ, എല്ലാ സംവിധാനത്തോടും കൂടി ഹാങ്ങിങ് ലൈറ്റുകൾ, എല്ലാ സംവിധാനത്തോടും കൂടിയാണ് ഈ വീട് നിങ്ങളുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ്. ഇതുകൊണ്ട് തേക്കൻ തടി കൊണ്ടുള്ള ഡോറ്, അതുപോലെ തന്നെ തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നു. നല്ല ഒരു ബെഡ്റൂമാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. ബെഡ്റൂമുകളിലെല്ലാം AC പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ, ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കുകൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഈ മേളിൽ ഇവിടം വരെ ആ പേപ്പർ പൊളിക്കാത്ത ഭാഗം സാധാരണഗതി ചെയ്യാറില്ല. പക്ഷെ തലയണ പോലെയുള്ള സാധനങ്ങള്, നമ്മൾ എപ്പോഴും എടുക്കുന്നില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ എടുത്ത് വെക്കാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കബോർഡ് വർക്കും കൂടി ചെയ്തത്. ഇതാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനോട് സമീപത്ത് തന്നെയാണ് നമ്മുടെ ടോയ്ലറ്റ്. അറ്റാച്ച്ഡ് ഫൈബറിന്റെ ഡോറാണ് ടോയ്ലറ്റിനൊക്കെ കൊടുത്തിരിക്കുക. നല്ല ഒരു ക്യൂട്ടായ രീതിയിൽ തന്നെ ടൈല് വർക്കുകൾ ചെയ്തുകൊണ്ട് അതിഗംഭീരവും അതിമനോഹരവും സൂക്ഷ്മവുമായ രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൊമാനിയുടെയാണ് ടാപ്പുകൾ, അതുപോലെ ക്ലോസറ്റുകൾ, അതുപോലെ തന്നെ വാഷ് ബേസിനുകൾ എല്ലാം. ഈ വാഷ് ബേസിന്റെ അടിയിൽ ഒരു കബോർഡ് വർക്കുകൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ നമ്മുടെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ, സോപ്പ് ചീപ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ ക്ലോസറ്റിന്റെ മുകളിൽ നിന്നുള്ള സ്ഥാനം മാറ്റി നമുക്ക് വെക്കുവാനായിട്ടുള്ള ഒരു കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. കാരണം എക്സ്ട്രാ ഷാമ്പൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോപ്പ് ചീപ്പ് സാധനങ്ങൾ, ഇപ്പം മുടി കറുപ്പിക്കാനായിട്ടുള്ള മരുന്നുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ കബോർഡിനകത്ത് നമുക്ക് വെക്കാൻ പറ്റും. അത് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. മൊത്തത്തിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് ഈ വീട്.
78 ലക്ഷം രൂപ ചോദിക്കുന്നു. എങ്കിലും നെഗോഷിയേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. നല്ല ഒരു നെഗോഷിയേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെയും കബോർഡ് വർക്കുകൾ, ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ, അതിനോട് സമീപത്ത് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്, ഏറ്റവും മനോഹരമായ രീതിയിലും സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന രീതിയിലുമാണ് ഈ വീടിന്റെ ഓരോ വർക്കുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുക. ഇവിടുന്ന് പാലാ ടൗണിലേക്കുള്ള ദൂരം ഏകദേശം 2 കിലോമീറ്റർ ദൂരം മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് മുത്തോലി, മേവട, കൊഴുവനാല്, പള്ളിക്കത്തോട്, മെഡിസിറ്റി ഹോസ്പിറ്റല്, കോട്ടയം എന്ന് വേണ്ടുന്ന എല്ലാ സൈഡിലേക്കും പോകാൻ പറ്റുന്ന വഴി ആക്സസ് ഉണ്ട്. വീടിരിക്കുന്ന ഭാഗത്ത് ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണികൾ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് 100% ഗ്യാരണ്ടീഡ് ആണ്. ഉപയോഗിച്ചിരിക്കുന്ന വയറുകളെല്ലാം വീഗാർഡ്, അതുപോലെ തന്നെ തടികളെല്ലാം കട്ടള മുഴുവൻ ആഞ്ഞിലി, പാളികളെല്ലാം തേക്ക്. നമ്മള് 3ാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്കും കയറുന്നു. ഇവിടെയും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ്, 3 ബെഡ്റൂമിനും ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. 1700 സ്ക്വയർ ഫീറ്റ്, 10 സെന്റ് സ്ഥലം. അതുപോലെ തന്നെ നമുക്ക് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീട്. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. ബസ് റോഡിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് വെറും 100 മീറ്റർ ദൂരം മാത്രമാണ് ബസ് റോഡിൽ നിന്നുള്ളത്. PWD റോഡിൽ നിന്ന്, ബസ് റോഡിൽ നിന്നും ആരംഭിക്കുന്ന 9 വീടുകൾക്ക് വേണ്ടി മാത്രമുള്ള വഴിയാണ് വില്ല പ്രൊജക്റ്റിലേക്കുള്ള വഴി. അത് ഈ 9 വീടുകളിലേക്ക് മാത്രമുള്ള അവരുടെ വാഹനങ്ങൾ മാത്രം കയറി ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പോയിന്റിലാണ് ഈ പ്രോപ്പർട്ടി. ഇതാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. വാഷ് കൗണ്ടർ നല്ല അടിപൊളി വാഷ് കൗണ്ടർ ആണ്. അവിടെ കൊടുത്തിരിക്കുന്ന കണ്ണാടി, മിറർ എന്ന് കണ്ടാൽ മാത്രം മതി. എത്രയോ വലിപ്പമുള്ള മിററാണ്. ഇതുകൊണ്ട് എന്നെ ഫുള്ളായിട്ട് കാണാവുന്ന രീതിയിലുള്ള മിററാണ്. നല്ല വാഷ് കൗണ്ടർ, അതുപോലെ ഏറ്റവും നല്ല ഡിസൈൻ ഉള്ളതും ഏറ്റവും നല്ലതുമായിട്ടുള്ള ഒരു വാഷ് ബേസിനാണ് വെച്ചിരിക്കുക. നമുക്ക് കിച്ചന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. കിച്ചൺ നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ. ഇതാണ് മനോഹരമായ കിച്ചൺ. മനോഹരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ കിച്ചൺ. ACP ഉപയോഗിച്ചുള്ള കബോർഡ് വർക്കുകൾ, വുഡിന്റെ ഫിനിഷിംഗ് ഉള്ള നല്ല വാൾ ടൈലുകൾ, ഇവിടെ ഫുൾ ഔട്ട് ആയിട്ടുള്ള നല്ല കബോർഡ് വർക്കുകൾ. എന്തുമാത്രം സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും എന്ന് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ല വലിപ്പമുള്ള ആവശ്യത്തിന് പ്ലഗ് പോയിന്റുകൾ എല്ലാം കൊടുത്തിട്ടുള്ള നല്ലൊരു കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മുഴുവൻ പണിയും തീർത്ത് ഇനി എപ്പോക്സി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇനി പണിയായിട്ടുള്ളത്. ബാക്കി എല്ലാം കഴിഞ്ഞു നിൽക്കുന്നതാണ്. ഇത് ഒരു വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിലും നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായി അതിമനോഹരമായ രീതിയിൽ തന്നെ വർക്ക് ഏരിയയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിടുക്കൻ വീട്, കിടുക്കൻ ലൊക്കേഷൻ. അപ്പോൾ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് നേരിൽ കാണണമെന്നുള്ളവർ മീനച്ചിൽ ഹോംസിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. ഏത് സമയത്ത് വന്നാലും വീട് കാണുവാനായിട്ടുള്ള അവസരം ചെയ്തു തരുന്നതാണ്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്ന് നിങ്ങളുടെ അടുത്ത് വരുന്നു. ഇത് 2 പാളി ഡോറാണ്. അതായത് മേളിലും താഴെയായിട്ട് 2 പാളിയാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ അങ്ങനെ മനോഹരമായ കിച്ചൺ, മനോഹരമായ വർക്ക് ഏരിയ, മനോഹരമായ ഹാള്, ഡൈനിങ് ഹാള്, അതുപോലെ തന്നെ ബെഡ്റൂമുകൾ 3 അറ്റാച്ച്ഡ്. ഇതെല്ലാം കൊണ്ടും അതിഗംഭീരവും അതിമനോഹരവുമായ ഈ വീട് സ്ഥലവും ലഭിക്കുവാൻ നിങ്ങൾക്കാകട്ടെ ഭാഗ്യം. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.